സുഖകരമായ അവസ്ഥയിൽ ശവാസനത്തിൽ കിടക്കുക. ഞാൻ പറയുന്ന സജഷൻസ് നിങ്ങൾ അനുവർത്തിച്ചാൽ മതിയാവും. ശരീരത്തിൻ്റെ ഓരോ ഭാഗങ്ങൾ ഞാൻ പറയുമ്പോൾ അവിടെ മനസ്സ് ശ്രദ്ധ കേന്ദ്രീകരിച്ച് ആ ഭാഗം റിലാക്സ് ചെയ്യുക അഥവാ അയച്ചിടുക. നമ്മുടെ ജീവിതത്തിൽ എന്താണോ ആകേണ്ടത്, എന്താണോ നേടേണ്ടത്, എന്താണോ ഗോൾ അച്ചീവ് ചെയ്യേണ്ടത്, അതിനെ ഒരു വാചകമായി മനസ്സിൽ സെറ്റ് ചെയ്യുക. യോഗനിദ്രയുടെ അവസാനം ഞാൻ പറയുമ്പോൾ ആ സങ്കല്പവാചകം മനസ്സിൽ 3 പ്രാവശ്യം പറയേണ്ടതാണ്. യോഗനിദ്രയുടെ ഇടയ്ക്ക് ഉറങ്ങുകയില്ല എന്ന് മനസ്സിൽ തീരുമാനിച്ച് ഉറപ്പിക്കുക. യോഗനിദ്ര ആരംഭിക്കുകയാണ്. ദീർഘമായി ശ്വാസം എടുത്തു വിടുക. വലത് കൈപ്പത്തിയിലേക്ക് ശ്രദ്ധ കൊണ്ടുവരിക. റിലാക്സ്. വലത് കൈമുട്ട് വരെ റിലാക്സ്. വലത് ഷോൾഡർ വരെ റിലാക്സ്. വലത് ഷോൾഡർ മുതൽ കഴുത്തുവരെ നെഞ്ചിൻ്റെ വലതുവശം റിലാക്സ്. വയറിൻ്റെ വലതുവശം റിലാക്സ്. അരക്കെട്ടിൻ്റെ ഭാഗം അയച്ചിടുക. വലത് തുട കാൽമുട്ട് വരെ റിലാക്സ്. വലത് കാൽമുട്ട് മുതൽ ആങ്കിൾ ജോയിന്റ് വരെ റിലാക്സ്. വലത് കാൽപ്പത്തി അയച്ചിടുക. ഇപ്പോൾ വലത് കൈപ്പത്തി മുതൽ വലത് കാൽപ്പത്തി വരെ അയഞ്ഞു കിടക്കുകയാണ്. ശ്രദ്ധ ഇടത് കൈപ്പത്തിയിലേക്ക് കൊണ്ടുവരിക. ഇടത് കൈമുട്ട് വരെ റിലാക്സ്. ഇടത് കൈമുട്ട് മുതൽ ഷോൾഡർ വരെ റിലാക്സ്. ഇടത് ഷോൾഡർ മുതൽ കഴുത്തുവരെ അയച്ചിടുക. നെഞ്ചിൻ്റെ ഇടതുവശം മേൽവയറിൻ്റെ ഇടതുവശം അടിവയറിൻ്റെ ഇടതുവശം റിലാക്സ്. അരക്കെട്ടിൻ്റെ ഇടതുവശം റിലാക്സ്. ഇടത് കാലിൻ്റെ തുട കാൽമുട്ട് വരെ അയച്ചിടുക. ഇടത് കാൽമുട്ട് ഇടത് കാൽമുട്ട് മുതൽ ആങ്കിൾ ജോയിന്റ് വരെ അയച്ചിടുക. ഇടത് കാൽപാദം റിലാക്സ്. ഇപ്പോൾ ഇടത് കൈപ്പത്തി മുതൽ ഇടത് കാൽപ്പത്തി വരെ പൂർണ്ണമായും അയഞ്ഞു കിടക്കുകയാണ്. നെഞ്ചിന് ഉള്ളിലേക്ക് ശ്രദ്ധ കൊണ്ടുവരിക. നെഞ്ചിനുള്ളിലെ അവയവങ്ങൾ, വയറിനുള്ളിലെ അവയവങ്ങൾ റിലാക്സ്. തൊണ്ടയിലേക്ക് ശ്രദ്ധ കൊണ്ടുവരിക. തൊണ്ടയ്ക്കുള്ളിലെ അവയവങ്ങൾ റിലാക്സ്. മുഖം
റിലാക്സ്. വലത് ചെവി, ഇടത് ചെവി, തലയുടെ ഉപരിഭാഗം, വലതുവശം, ഇടതുവശം, പിൻഭാഗം, ബ്രെയിൻ. റിലാക്സ്. കഴുത്തിൻ്റെ പിൻഭാഗത്ത് ശ്രദ്ധിക്കുക. നട്ടെല്ല് മുഴുവനായും നട്ടെല്ലിന് ഇരുവശത്തുമുള്ള പേശികൾ അയച്ചിടുക. വലതുവശത്തെ ബട്ടക്സ്, കാൽമുട്ട് വരെയുള്ള പിൻഭാഗം, കാൽമുട്ട് മുതൽ ഉപ്പൂറ്റ് വരെയുള്ള ഭാഗം. റിലാക്സ്. കാൽവെള്ള, ഇടതുവശത്തെ ബട്ടക്സ്, കാൽമുട്ട് വരെ. റിലാക്സ്. കാൽമുട്ട് മുതൽ ഉപ്പൂറ്റ് വരെ, കാൽവെള്ള വരെ അയച്ചിടുക. ഇപ്പോൾ തലയുടെ ഉപരിഭാഗം മുതൽ കാൽവിരലുകൾ വരെ പൂർണ്ണമായും അയഞ്ഞു കിടക്കുകയാണ്. ബോഡി ആൻഡ് മൈൻഡ് completely relax. Completely relax. ശ്വാസത്തിലേക്ക് ശ്രദ്ധിക്കാം. 25 മുതൽ 1 വരെ എണ്ണുമ്പോൾ ശ്വാസം അതോടൊപ്പം എടുത്തുവിടുകയും കൂടുതൽ കൂടുതൽ ആഴങ്ങളിലേക്ക് വിശ്രമാവസ്ഥയിലേക്ക് പോകുന്നതായി സങ്കല്പിക്കുക. 25, 24, 23, 22, 21, 20, 19, 18, 17, 16, 15, 14, 13, 12, 11, 10, 9, 8, 7, 6, 5, 4, 3, 2, completely relax. 1, body and mind completely relax. ഇപ്പോൾ ശരീരവും മനസ്സും പൂർണ്ണമായും വിശ്രമാവസ്ഥയിലാണ്. ഈ ശരീരത്തിൽ നിന്നും സൂക്ഷ്മ ശരീരം ആകാശത്തേക്ക് ഉയർന്നു പോകുന്നതായി സങ്കല്പിക്കുക. ഒരു അപ്പൂപ്പൻ താടി പോലെ, ഒരു തൂവൽ പോലെ
ഭാരമില്ലാത്ത സൂക്ഷ്മ ശരീരം ആകാശത്തേക്ക് ഉയർന്നുയർന്ന് പോവുകയാണ്. അങ്ങ് ദൂരെ വെള്ളി മേഘങ്ങൾ ഒഴുകി നടക്കുന്നത് കാണാം. മേഘങ്ങൾക്കടുത്ത് എത്തിക്കഴിഞ്ഞു. മേഘങ്ങൾക്കിടയിലൂടെ പറന്ന് പറന്ന് മുകളിലേക്ക് സഞ്ചരിക്കുക. മേഘങ്ങളുടെ നനുനനുത്ത സ്പർശം അനുഭവിച്ചറിയുക. പഞ്ഞിക്കെട്ടുപോലെയുള്ള മേഘങ്ങളുടെ ഇടയിൽ പഞ്ഞിക്കെട്ടുപോലെയുള്ള ഈ ശരീരം മേഘങ്ങൾക്കൊപ്പം സഞ്ചരിക്കുകയാണ്. മേഘങ്ങൾ കടന്ന് വീണ്ടും മുകളിലേക്ക് പോകുമ്പോൾ അങ്ങകലെ കൂടാനുകൂടി നക്ഷത്രങ്ങൾ മിന്നിത്തിളങ്ങുന്നത് കാണാം. വിശാലമായ ആകാശം, എൻഡ്ലെസ് ആയിട്ടുള്ള പ്രപഞ്ചം, അതിൽ നക്ഷത്രങ്ങൾ മിന്നിത്തിളങ്ങുന്നു. നക്ഷത്രങ്ങൾക്കടുത്തേക്ക് ഇപ്പോൾ എത്തിക്കഴിഞ്ഞു. നക്ഷത്രങ്ങൾക്കിടയിലൂടെ മറ്റൊരു നക്ഷത്രം പോലെ അവിടെ എങ്ങും പറന്നു നടക്കുക. വിശാലമായ ഈ പ്രപഞ്ചത്തിൽ നക്ഷത്രങ്ങൾക്കിടയിലൂടെ സഞ്ചരിച്ചു കൊണ്ടേയിരിക്കുക. പ്രപഞ്ചത്തിൻ്റെ മനോഹാരിത ആസ്വദിക്കുക. ഈ പ്രപഞ്ചത്തിൻ്റെ അനന്തവിഹായസിൽ നക്ഷത്രങ്ങൾക്കിടയിലൂടെ എവിടേക്കും സഞ്ചരിക്കാം. ഇപ്പോൾ അങ്ങകലെ മറ്റ് ഗ്രഹങ്ങളെ കാണാം. വ്യാഴം, ശനി, ചന്ദ്രൻ, അങ്ങനെ എല്ലാ ഗ്രഹങ്ങളെയും കാണാം. നക്ഷത്രങ്ങൾക്കിടയിലൂടെ തിരിച്ച് താഴേക്ക് ഇറങ്ങി വരാം. താഴേക്ക് വരുമ്പോൾ മേഘപടലങ്ങൾ കാണാം. മേഘപടലങ്ങൾക്കിടയിലൂടെ താഴേക്ക് ഇറങ്ങി വരിക. ഭൂമിയുടെ ഉപരിതലം കാണാം. താഴേക്ക് വരുമ്പോൾ മനോഹരമായ ഒരു പൂന്തോട്ടം, വളരെ വിശാലമായ പൂന്തോട്ടം. ആ പൂന്തോട്ടത്തിലേക്ക് ഇറങ്ങി വരിക. പല നിറത്തിലുള്ള ഭംഗിയുള്ള പൂക്കൾ പൂന്തോട്ടമെങ്ങും വിടർന്ന് പരിലസിക്കുന്നു. ആ പൂക്കൾക്ക് മുകളിലൂടെ പറന്നു നടക്കുക. പൂക്കളുടെ നറുമണം ആസ്വദിക്കുക. പല വർണ്ണങ്ങളിലുള്ള പൂക്കൾ, ആ പൂക്കളിൽ തേൻ കുടിക്കുന്ന വണ്ടുകൾ, പല രൂപത്തിലും നിറത്തിലും ഭംഗിയിലും ഉള്ള ചിത്രശലഭങ്ങൾ അവിടെ ആകെ പാറി നടക്കുന്നു. വിശാലമായ ആ പൂന്തോട്ടം മുഴുവനും ആ ഭംഗികൾ ആസ്വദിച്ചുകൊണ്ട് പറന്ന് നടക്കുക. പൂന്തോട്ടത്തിൽ നിന്നും പുറത്തേക്ക് കടന്ന് അങ്ങകലെ നിബിഡമായ വനം, ആ വനത്തിനുള്ളിലേക്ക് കടക്കുക. മനോഹരമായ വൃക്ഷങ്ങളും വള്ളികളും പക്ഷികളുടെ ശബ്ദങ്ങളും ഒക്കെയുള്ള നിബിഡ വനം. അതിലൂടെ ആ വൃക്ഷങ്ങൾക്കിടയിലൂടെ പറന്നു നടക്കുക. പലതരം കായ്കനികൾ, പൂക്കൾ, അതിൻ്റെ നറുമണം ആസ്വദിക്കുക. വിവിധതരം പക്ഷികൾ, വിവിധതരം മൃഗങ്ങൾ അവിടെ ആകെ മേഞ്ഞു നടക്കുന്നു.
ചിലവ വിശ്രമിക്കുന്നു. എല്ലാവരും വളരെ ശാന്തിയും സമാധാനവും നിറഞ്ഞ ജീവിതം നയിക്കുന്നതായി കാണാം. ഇടതൂർന്ന വൃക്ഷങ്ങളുള്ള ആ വനത്തിലൂടെ, വൃക്ഷങ്ങൾക്കിടയിലൂടെ പറന്ന് പറന്ന് നടക്കുക. അതിൻ്റെ മനോഹാരിതയും നറുമണവും കായ്കനികളുടെ ഭംഗിയും ആസ്വദിച്ച് അവിടെ ആകെ സഞ്ചരിക്കുക. മലയുടെ മുകളിൽ നിന്നും വെള്ളം കല്ലിൽ തട്ടി ഒഴുകുന്ന ചിലമ്പിച്ച ശബ്ദം കേൾക്കാം. ആ വെള്ളത്തിൻ്റെ കളകളാരവം വരുന്ന ഭാഗത്തേക്ക് പോകാം. വളരെ മനോഹരമായ കാഴ്ച. മലമുകളിൽ നിന്ന് വെള്ളം ഒഴുകി താഴേക്ക് വീഴുന്നു. കല്ലിൽ തട്ടി തട്ടി വീഴുമ്പോൾ ഉണ്ടാകുന്ന ശബ്ദം, അത് താഴേക്ക് വന്ന് ഒരരുവിയായി വനത്തിൻ്റെ നടുവിലൂടെ ഒഴുകുന്നത് കാണാം. അരുവിയുടെ അടുത്ത് പോയി നിന്ന് അതിൻ്റെ മനോഹാരിത ആസ്വദിക്കുക. ഇളം തണുപ്പ് ഫീൽ ചെയ്യുന്നു. പുറത്തേക്ക് കടന്ന് അങ്ങ് ദൂരെ നോക്കുമ്പോൾ ഒരു മനോഹരമായ തടാകം കാണാം. അതിവിശാലമായ തടാകം. അങ്ങോട്ട് പോകാം. ആ തടാകത്തിന് 10 പടവുകളുണ്ട്. ഓരോ പടവുകളായി താഴേക്ക് ഇറങ്ങുക. വെള്ളത്തിൽ കാൽ സ്പർശിക്കുമ്പോൾ സുഖകരമായ കുളിര് ശരീരമാകെ പടരുന്നു. വെള്ളത്തിലേക്ക് ഇറങ്ങി കഴുത്തറ്റം വരെ വെള്ളം ആയി. വെള്ളത്തിലേക്ക് മുങ്ങാങ്കുഴിയിട്ട് അവിടെ ആകെ സഞ്ചരിക്കുക. വളരെ വിശാലമായ തടാകം, ഇളം നീല നിറത്തിലുള്ള വെള്ളം. വെള്ളത്തിൽ ഊളിയിട്ട് നീന്തി നടക്കുമ്പോൾ പല നിറങ്ങളിലുള്ള മത്സ്യങ്ങളെ കാണാം. ആ മത്സ്യങ്ങൾ ശരീരത്തിൽ മുട്ടി ഉരുമ്മി പോകുന്നത് അത് സ്പർശിച്ചറിയുക. മീനുകളോടൊപ്പം ആ വെള്ളത്തിൽ നീന്തി നടക്കുക. സൂര്യപ്രകാശം വെള്ളത്തിൽ തട്ടി ഒരു സ്വർണ്ണവർണ്ണത്തിലുള്ള ഇളം നീല നിറം ആണ് ആ വെള്ളത്തിന്. താഴേക്ക് നോക്കുമ്പോൾ അടിത്തട്ടിൽ ചെടികളൊക്കെ വളർന്നു നിൽക്കുന്നത് കാണാം. ഇതുവരെ അനുഭവിച്ച ദുഃഖങ്ങളും മുറിവുകളും അതിൻ്റെ സ്കാറുകളും എല്ലാം ആ വെള്ളത്തിൽ അലിഞ്ഞലിഞ്ഞു പോകുന്നതായി സങ്കല്പിക്കുക. ശരീരത്തിലെയും മനസ്സിലെയും എല്ലാ നെഗറ്റിവിറ്റിയും ആ വെള്ളത്തിലേക്ക് അലിഞ്ഞു പോയി കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ ഒരു ശിശുവിനെ പോലെ നിർമ്മലമായ ശരീരത്തോടും മനസ്സോടും കൂടി ഇപ്പോൾ ഒരു ശിശുവിനെ പോലെ നിർമ്മലമായ ശരീരവും മനസ്സും ആയിക്കഴിഞ്ഞിരിക്കുന്നു. ആ തടാകത്തിൻ്റെ മധ്യത്തിൽ വളരെ മനോഹരമായ പിങ്ക് നിറത്തിലുള്ള ഒരു വലിയ താമര വിരിഞ്ഞു നിൽക്കുന്നത് കാണാം. അവിടേക്ക് പോകാം. താമരയുടെ മുകളിൽ കയറിക്കിടക്കുക. ഒരു ശിശുവിനെ പോലെ ആ ഇതളുകളുടെ നനനനുത്ത സ്പർശം അനുഭവിച്ചുകൊണ്ട് ആ പൂവ് പോലെ നിർമ്മലമായ ശരീരവും മനസ്സുമുള്ള നിങ്ങൾ കിടക്കുകയാണ്. ഇപ്പോൾ ആത്മാവിൽ ആനന്ദം നിറഞ്ഞിരിക്കുന്നു. താമരയിൽ നിന്നും വെള്ളത്തിലേക്ക് പതിയെ ഇറങ്ങുക. നീന്തി പടവുകൾക്കടുത്തേക്ക് വരിക. പടവുകൾ കയറി മുകളിലെത്തുക. 1-ാം ക്ലാസ് മുതൽ 4-ാം ക്ലാസ് വരെ പഠിച്ച സ്കൂളിലേക്ക് പോകാം. അവിടെ
കൂട്ടുകാരും ഏറ്റവും ഇഷ്ടമുള്ള ടീച്ചറും ക്ലാസ്സിൽ ഇരിക്കുന്നതായി കാണുക. വളരെ സന്തോഷകരമായ അവസ്ഥ. എല്ലാ കൂട്ടുകാരെയും കാണുക. എല്ലാവരും ആഹ്ലാദിച്ച് ക്ലാസ്സിൽ ഇരിക്കുന്നതായി, ടീച്ചർ നിങ്ങളോട് സംസാരിക്കുന്നതായി കാണുക. സ്കൂളിൻ്റെ അങ്കണത്തിൽ കുട്ടികളെല്ലാം കളിക്കുന്നത് കാണുക. ഓടിച്ചാടി കളിക്കുകയാണ് എല്ലാവരും. ആ കൂട്ടത്തിൽ ഒരാളായി കളിക്കുന്നത് കാണുക. ഇനി 5ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെ പഠിച്ച സ്കൂളിലേക്ക് പോകാം. കൂട്ടുകാരെയും ഏറ്റവും ഇഷ്ടമുള്ള ടീച്ചറെയും കാണുക. ക്ലാസ്സിൽ എല്ലാവരും ഉള്ളത് ദർശിക്കുക. ഏറ്റവും ഇഷ്ടമുള്ള വിഷയം ടീച്ചർ പഠിപ്പിക്കുന്നു. ശ്രദ്ധയോടെ കേട്ടിരിക്കുന്ന നിങ്ങൾ കുട്ടികൾ, പിന്നീട് സ്കൂളിൻ്റെ അങ്കണത്തിൽ കുട്ടികളെല്ലാം വിവിധ കളികളിലും സംസാരത്തിലും ഏർപ്പെട്ട് ഇരിക്കുന്നതും നടക്കുന്നതും കളിക്കുന്നതും കാണുക. സ്കൂളിൽ പങ്കെടുത്തിട്ടുള്ള എല്ലാ ആക്ടിവിറ്റീസും കാണുക. അവിടെ നിന്നും ഹയർ സ്റ്റഡീസിന് പോയ കോളേജ് കാണാം. അവിടുത്തെ കൂട്ടുകാരും ടീച്ചേഴ്സും കോളേജിൻ്റെ വിവിധ ഭാഗങ്ങളും എല്ലാം കാണുക. കൂട്ടുകാരുമായി അവിടെയൊക്കെ നടക്കുക. കോളേജിൽ പങ്കെടുത്തിട്ടുള്ള വിവിധ ആക്ടിവിറ്റീസ് കാണുക. ആ സന്തോഷം അനുഭവിച്ചറിയുക. ഏറ്റവും ഇഷ്ടപ്പെട്ട ക്ഷേത്രം അല്ലെങ്കിൽ പള്ളി അല്ലെങ്കിൽ ആശ്രമം, ഹിമാലയം പോലെയുള്ള അന്തരീക്ഷമുള്ള സ്ഥലം ഏതാണോ ഇഷ്ടം അവിടേക്ക് പോകുക. ആ അന്തരീക്ഷത്തിൻ്റെ ശാന്തിയും സമാധാനവും അനുഭവിച്ചറിയുക. അവിടെയുള്ള ആളുകളെ കാണുക. എല്ലാവരുടെയും മുഖത്ത് പ്രതിഫലിക്കുന്ന ആനന്ദം കാണുക. അവിടുത്തെ പോസിറ്റീവ് എനർജി അനുഭവിച്ചറിയുക. അവിടെ നിന്ന് സ്വന്തം വീട്ടിലേക്ക് പോവുക. വീടിനുള്ളിൽ എല്ലാവരും സ്നേഹത്തോടെ ജീവിക്കുന്നത് കാണുക. ശാന്തിയും സമാധാനവും നിറഞ്ഞ അന്തരീക്ഷം. അടുത്ത വീടുകൾ കാണുക. ഓരോ വീട്ടിലും എല്ലാവരും സ്നേഹത്തോടെയും സമാധാനത്തോടെയും ജീവിക്കുന്നത് കാണുക. ഏറ്റവും ഇഷ്ടമുള്ള കൂട്ടുകാരനും കൂട്ടുകാരിയോ കാണുക. ഏറ്റവും അധികം ആരാധിക്കുന്ന ഈശ്വരനാവാം, മറ്റെന്തെങ്കിലുമാവാം. അതിനെ പുരികങ്ങളുടെ മധ്യത്തിൽ ആജ്ഞാചക്രത്തിൽ വിഷ്വലൈസ് ചെയ്യുക.
ഇനി നിങ്ങൾ കിടക്കുന്ന മുറിയുടെ മുകളിൽ വന്ന് ശരീരത്തെ കാണുക, ശരീരത്തിലേക്ക് പ്രവേശിക്കുക. സങ്കല്പവാചകം മനസ്സിൽ 3 പ്രാവശ്യം പറയുക. ശ്വാസം ദീർഘമായി എടുത്തു വിടുക. വലതുവശം ചരിഞ്ഞ് കിടക്കുക. കണ്ണ് തുറക്കാതെ തന്നെ എഴുന്നേറ്റ് ഇരിക്കുക. ഒരു പ്രകാശം ശരീരത്തിനുള്ളിൽ നിറഞ്ഞ് ശരീരത്തിന് ചുറ്റും ആവരണം ചെയ്ത് കാണപ്പെടുന്നു. പ്രപഞ്ചശക്തി ശരീരത്തിനുള്ളിലും ശരീരത്തിന് ചുറ്റും നിറഞ്ഞ് നിൽക്കുന്നു. പ്രപഞ്ചശക്തിയാൽ എപ്പോഴും പരിരക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നതാണ്. മനസ്സിൽ നിറഞ്ഞിരിക്കുന്ന ആനന്ദത്തെ ശ്രദ്ധിക്കുക. ഇനിയുള്ള ജീവിതത്തിൽ ഈ ആനന്ദത്തോടുകൂടി എന്നും ജീവിക്കാൻ സാധിക്കുന്നതാണ്. കൈകൾ റബ്ബ് ചെയ്ത് കണ്ണിന് മുകളിൽ വെച്ച് ആജ്ഞാചക്രത്തിലേക്ക് ശ്രദ്ധിക്കുക. കണ്ണുകൾ തുറക്കുക. യോഗനിദ്ര അവസാനിച്ചിരിക്കുന്നു.